പല തവണകളിലായി പല പരീക്ഷകളിൽ നമ്മൾ കണ്ടിട്ടുള്ള വാക്കുകളാണിത്. പ്രത്യേകിച്ച് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളും PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വാക്കുകളാണ്. ക്രെഡിബിൾ, ക്രെഡിലസ്, ഇൻക്രെഡിബിൾ, ക്രെഡിറ്റ്. എങ്ങനെ നമുക്ക് ഈ വാക്കുകളുടെ അർത്ഥം പഠിക്കാൻ പറ്റും? ഇവിടെ എല്ലായിടത്തും നിങ്ങൾ കോമൺ ആയിട്ട് കാണുന്നത് CRED, 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 CRED എന്ന റൂട്ട് വേർഡാണ്. അപ്പം നിങ്ങളുടെ വാക്കിൽ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാക്കിൽ എവിടെയെങ്കിലും CRED ഉണ്ടെങ്കിൽ അത് ബിലീവ് എന്ന് ഓർക്കുക. എന്തോർക്കുക? ബിലീവ് എന്ന് ഓർക്കുക. സോ അങ്ങനെ വരുമ്പം വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ക്രെഡിബിൾ? ക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ ബിലീവബിൾ, വിശ്വസിക്കാൻ പറ്റുന്നത്. അതാണ് ക്രെഡിബിൾ എന്ന വേർഡിന്റെ അർത്ഥം. ക്രെഡിലസ് ഏറ്റവും കൂടുതൽ മത്സര പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു വാക്കാണ്. ക്രെഡിലസ് എന്ന് പറഞ്ഞാൽ ഹി ഈസ് ക്രെഡിലസ് എന്ന് പറഞ്ഞാൽ അവനെ പെട്ടെന്ന് നമുക്ക് വിശ്വസിപ്പിക്കാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റും. ഈസിലി ബിലീവബിൾ ആണ് എന്ത്? ക്രെഡിലസ്. ആ എസ് അവിടെ ഉണ്ടല്ലോ, അങ്ങനെ ഓർത്താൽ മതി. ഈസിലി ബിലീവബിൾ, അതാണ് ക്രെഡിലസ്. ഇൻക്രെഡിബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇൻക്രെഡിബിൾ ഇന്ത്യ എന്നൊക്കെ, അതായത് അവിശ്വസനീയമായ. അൺബിലീവബിൾ, അൺബിലീവബിൾ. ക്രെഡിറ്റ്, ട്രസ്റ്റ്. ക്രെഡിറ്റ് എന്ന വാക്ക് നമുക്കറിയാം, പൈസ വരുന്നതിന് നമ്മൾ ക്രെഡിറ്റ് പറയാറുണ്ട്. ബട്ട് ക്രെഡിറ്റ് ഇസ് ഈക്വൽ ടു ട്രസ്റ്റ് എന്ന് ഓർക്കുക. സോ CRED എന്ന വാക്ക് വന്നാൽ ബിലീവ് എന്ന് ഓർക്കുക. ഇതുപോലെ CRED വരുന്ന മറ്റെന്തെങ്കിലും വാക്കുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് PSC പുതിയ ബാച്ചസ് എല്ലാം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.